ഞങ്ങൾക്ക് മനസമാധാനത്തോടു കൂടി ഈ സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ച് ജീവിക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ട അനിവാര്യമാണ്. ആയുധങ്ങളോട്ട് വന്ന് സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ ആക്രമിക്കുകയായിരുന്നു. അവർക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ സാധാരണക്കാരൻ്റെ മേൽ കയറി കുതിര കയറുന്ന ഈ ഒരു അവസ്ഥ, ഈ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വെട്ടിക്കവല ഓട്ടോ സ്റ്റാൻഡിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് ഓട്ടോ ഡ്രൈവർമാരെ മർദ്ദിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഉപജീവന മാർഗം നടത്താൻ വേണ്ടിയാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. എന്നാൽ അതുപോലും കണക്കാക്കാതെ പ്രായമുള്ളവരെ പോലും മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. വെട്ടിക്കവല ഓട്ടോ സ്റ്റാൻഡിൽ നല്ല രീതിയിൽ ആളുകൾക്ക് ഓട്ടോ കിട്ടണമെങ്കിൽ, അതായത് അവരുടെ ഉപജീവന മാർഗം നല്ല വിധത്തിൽ നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാവർക്കും നമസ്കാരം. വെട്ടിക്കവല പഞ്ചായത്തിലെ ഈ ആട്ടോ ടാക്സി സ്ട്രൈക്കാണ് ക്ഷേത്രത്തിന് സമീപമുള്ള സ്റ്റാൻഡിൽ. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ വെട്ടിക്കവല സ്റ്റാൻഡിലെ ഒരു ഓട്ടോ ഈ മുട്ടവള ഭാഗത്തേക്ക് ഓട്ടം പോവുകയും പുള്ളി വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്ന സമയത്ത് ഈ കാറിൽ നിന്ന് വന്ന ചെട്ടക്കോണത്തുള്ള ഷാജി എന്ന് പറയുന്ന പുള്ളി ഓവർ സ്പീഡിൽ മദ്യപിച്ച് വരികയും അപ്പം ആട്ടോ പിന്നെ ഡ്രൈവറുമായിട്ട് തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. അയാൾ 30 വർഷം കൊണ്ട് ഗൾഫിൽ വാഹനം ഓടിക്കുന്ന ആളാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞ് വളരെ വീരവാദം വിളക്കിക്കൊണ്ട് പിന്നെ തെറി വിളിക്കുകയും കണ്ടമാന അസഭ്യം പറയുകയും ചെയ്യും. ഈ ആട്ടോയ്ക്കകത്ത് കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ കൈയും കാലും അടിച്ചോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആ സംസാരിച്ചത് തീർന്ന വിഷയം വീണ്ടും പിന്നെ മദ്യപിച്ച് ലെക്ക് കേട്ട് സ്റ്റാൻഡിൽ വന്ന് ആട്ടോയ്ക്ക് കൊണ്ടൊന്ന് കുറുക്ക് വയ്ക്കുകയും തൊട്ടടുത്തുള്ള ആട്ടോയുടെ ഡ്രൈവറായ ഷൈജു അതിൽ പ്രതികരിക്കുകയും ചെയ്തു. പ്രതികരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർന്ന വിഷയമാണ്. പുള്ളി അതിനുശേഷം പിന്നെ ആളിനെയും കൂട്ടി വന്നു ആയുധങ്ങളോട്ട് വന്ന് സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ ആക്രമിക്കുകയായിരുന്നു. ഇത് ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ആട്ടോ ടാക്സി സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്റ്റാൻഡിൽ 3 മണി വരെ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ മേൽ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ SP-ക്ക് പരാതി കൊടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി മറ്റ് ആരെയും ആശ്രയിക്കാതെ സർക്കാരിന് വരെ അങ്ങോട്ട് ടാക്സും പിന്നെ വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തെ എതിർക്കും. അതിൻ്റെ അവസാനം വരെ പോരാടുമെന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. എല്ലാ ശക്തമായ ജനാധിപത്യ വിശ്വാസികളും പിന്നെ ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഒറ്റ വാക്കിൽ എല്ലാവരുടെ അടുത്തും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഈ അവസരത്തിൽ. നമ്മുടെ വെട്ടിക്കവല ഓട്ടോ സ്റ്റാൻഡിൽ നിരവധി പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല തവണ ഇപ്പം വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് നമ്മളെ ആക്രമിച്ചിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. നിരവധി പ്രായമായവർ ഉപജീവന മാർഗവുമായിട്ടാണ് ഇവിടെ ഓട്ടോ ഓടാൻ വരുന്നത്. ഇദ്ദേഹത്തിനൊക്കെ 80 വയസ്സോളം പ്രായമുണ്ട്. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഇവിടെ വന്ന് ഓട്ടോ ഓടി ജീവിക്കാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ ഗൾഫിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് അവർ പൈസയും കൊണ്ടുവന്ന് അവർക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ സാധാരണക്കാരൻ്റെ മേൽ കയറി കുതിര കയറുന്ന ഈ ഒരു അവസ്ഥ ഇവിടെ പരിഹരിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇവിടെ കിടന്ന് രാത്രി ഒരു ഉത്സവത്തിൻ്റെ ഓട്ടമായിരുന്നു. ഓട്ടോ ഓടാനായിട്ട് ഞങ്ങൾ 2 വണ്ടിക്കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു വണ്ടി കൊണ്ട് ക്രോസ് ഇട്ടിട്ട് അത് ഒരാൾ ചിരട്ടക്കോണത്ത് ഉള്ള ഷാജി എന്ന് പറയുന്ന ഒരാളും കൂടെ 2 പേരുണ്ടായിരുന്നു. അവർ വാഹനത്തിൽ നിന്ന് കമ്പും മറ്റു ആയുധങ്ങളുമായിട്ട് ഇറങ്ങി വരുന്നു. അവർ ആക്രമിക്കാൻ നമ്മളെ ശ്രമിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പക്ഷേ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം അതിന് മുന്നേ ഉണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും ഇതേ അവസ്ഥ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മണിയമ്പിള്ള എന്ന് പറയുന്നൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ വളരെ ദോഷകരമായ രീതിയിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മനസമാധാനത്തോടു കൂടി ഈ സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ച് ജീവിക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ട അനിവാര്യമാണ്. അപ്പോൾ പല ഓട്ടോക്കാരും പലരും പറഞ്ഞു ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് മാറും. ഒരു തരത്തിലും ഇത് മാറുന്നൊരവസ്ഥ വന്നിട്ടില്ല. ഇപ്പം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ചേർന്നതിൻ്റെ കാരണം തന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായിട്ട് വാഹനം ഓടിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം നടത്തണം. അപ്പോൾ അതിനായിട്ട് ഒരു കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ച്, നേരത്തെ ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയ ആളുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്ക് സുരക്ഷിതത്വവും തരേണ്ട നിയമപാലകർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതം നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏതാണ്ട് 10-12 വർഷമായിട്ട് ഈ വെട്ടിക്കവല സ്റ്റാൻഡിൽ കിടന്ന് ഞാൻ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഉത്സവം നടക്കുന്ന വേളയിൽ 11 മണിയോടുകൂടി ഒരു കാറിൽ 3 പേര് വന്ന് 2 വാഹനത്തിന് ക്രോസ് വയ്ക്കുകയും ആ ക്രോസ് വെച്ചതിന് ശേഷം
ഒരു വികലാംഗനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ കാലിന് അത്ര സ്വാധീനക്കുറവുണ്ട്, അപ്പോൾ കാലി കമ്പിയിട്ടേക്കാണ്. അദ്ദേഹത്തെ അടിക്കാനായിട്ട് ഇറങ്ങുകയും വിവരം എന്താണ് എന്ന് അന്വേഷിക്കാൻ ശ്രമിച്ച വേളയിൽ പിന്നിൽ നിന്ന് എൻ്റെ തലയ്ക്ക് പുറകുവശത്ത് മാരക ആയുധങ്ങളുമായിട്ട് വാഹനത്തിൽ നിന്ന് വടിയുമായിട്ട് ഇറങ്ങുകയും ഒരു 3 പേരുണ്ടായിരുന്നു. ഷാജി, രതീഷ് അങ്ങനെയാണ് അവരുടെ പേര്. അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും തലയ്ക്ക് പുറകുവശത്തേക്ക് മാരകമായിട്ട് അത് വെച്ച് അടിക്കുകയും ഒരടിയല്ല 2 പ്രാവശ്യം അടിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവർ പെട്ട വേഗത്തിൽ തന്നെ ആ വാഹനത്തിൽ കയറി അവരെ ഇവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇപ്പോൾ ഈ വെട്ടിക്കല സ്റ്റാൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. 70 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി ഓടുന്നുണ്ട്, അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്, ഇന്ന് വാഹന ഓട്ടം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് 3 മണിവരെ നമ്മൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കുകയാണ്. ഏകദേശം ഒരു 10-30 വർഷമായിട്ട് ഞാൻ ഈ ഓട്ടോറിക്ഷ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇത്രയും കാലത്തിനകത്ത് വെച്ച് ഇതേപോലെയുള്ള ദോഷകരമായ ജീവനും സ്വത്തിനും വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തവണ വെട്ടിക്കവല ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത്തവണ 6-ാം ഉത്സവത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങളുടെ ഒരു ഡ്രൈവറെ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ശ്രീ ഷൈജുവിനെയും കൂടാതെ മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അന്ന് ആക്രമിച്ചു. അതിനു മുമ്പായിട്ടാണ് മണിയമ്പിള്ള എന്ന് പറയുന്ന വ്യക്തിയെ ആക്രമിച്ചത്. ഇത്തരത്തിലുള്ള ഈ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഞങ്ങൾ ഒരു വാഹനത്തിന് വേണ്ടുന്ന എല്ലാ റെക്കോർഡുമായിട്ടാണ് ഇവിടെ വരുന്നത്. RT ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ എല്ലാ പേപ്പറുകളും കറണ്ടായിട്ടാണ് ഞങ്ങൾ ഇവിടെ സജ്ജമാക്കി ഓടിക്കുന്നത്. ഇവിടെ ഓട്ടോ ഓടണ്ട എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. ഞങ്ങൾക്ക് ജീവിക്കാനും ഉള്ള അവകാശം ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി തരണം. അതുപോലെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണം. ഇത്രയും മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ വെട്ടിക്കവലയിലെ ഓട്ടോ ടാക്സി കൂട്ടായ്മ ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ വർഷവും 6-ാം ഉത്സവം ഓട്ടോ ടാക്സി കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൽ ഈ വർഷം നമ്മളെല്ലാവരും വളരെ സുതാര്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ വർഷം വന്നിട്ട് നമ്മുടെ പരിപാടി മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയും എന്നിട്ട് പോലും നമ്മൾ സംയമനം പാലിച്ച് നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ നമ്മളെ പല വിധത്തിൽ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ നിരന്തരം നമ്മളെ ഭീഷണി മുഴക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉള്ള ആൾക്കാർ നമ്മളെ ഭീഷണി മുഴക്കുകയാണ് ഈ പറഞ്ഞ പോലെ പല രീതിയിലും. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഇവിടെ ആക്രമണം ഉണ്ടായി പുറത്തുനിന്നുള്ള ആൾക്കാർ. അപ്പം ഒരു കാരണമില്ലാത്ത രീതിയിൽ ഒരു കാരണവുമില്ല വന്നിട്ട് നമ്മളെ തൊഴിലാളി സുഹൃത്തുക്കളെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുപരി നിരന്തര ഭീഷണികളും. അപ്പോൾ അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ മറ്റുള്ള ആൾക്കാരെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെ ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അവസാനം നമുക്കിവിടെ ഉണ്ടാവണം. അപ്പോൾ അതിന് നമ്മുടെ കൊട്ടാരക്കര നമ്മുടെ പോലീസ് മേധാവികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉറപ്പ് നിയമ നടപടികൾ സ്വീകരിക്കണം, അതിനുള്ള സഹായം ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. Autotaxi